നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ശ്രീക്ക് വിട നൽകി നാട്. കാലാതീതമായ സർഗസൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ച കലാകേരളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായ ഭരണസമിതി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. മേയർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-നും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-നും നടക്കും. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ തന്നെ കല്ലുകടി. നഗരസഭാ ഓഫീസിനു മുന്നിൽ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത്. വാർത്തകൾ വിശദമായി. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കാലാതീതമായ സർഗസൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ച കലാകേരളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിക്ക് വിട നൽകി നാട്. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. തൃപ്പുണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിനു ശേഷമാണ് വിനീത് ശ്രീനിവാസൻ ചിതയ്ക്ക് തീ കൊളുത്തിയത്. മലയാളക്കരയാകെ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലേക്കെത്തി. ശനിയാഴ്ച രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പുണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത്. ടൗൺഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരെത്തിയിരുന്നു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പടിയോടെ അവതരിപ്പിക്കാനുള്ള ശ്രീനിവാസന്റെ കഴിവ് സവിശേഷമായിരുന്നു. എക്കാലവും ഓർത്തിരിക്കാൻ ഒരു പിടി സിനിമകളും കഥാപാത്രങ്ങളും സമ്മാനിച്ച അതുല്യ കലാകാരന് മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ മരണമില്ല. തദ്ദേശോത്സവത്തിൽ ആഘോഷത്തോടെ സ്ഥാനാരോഹണങ്ങൾ. ആഘോഷപ്പൊലിമയിൽ കുന്നംകുളം നഗരസഭയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. നഗരസഭാ ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറായ താര മനോഹരൻ വരണാധികാരിയായി. മുതിർന്ന കൌൺസിലർ പുഷ്പ ജോൺ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് 38 കൌൺസിലർമാർക്കും പുഷ്പ ജോൺ സത്യവാചകം ചൊല്ലി പ്രതിജ്ഞയെടുപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി കെ മനോജ് സ്വാഗതവും നഗരസഭാ എഞ്ചിനീയർ ബിനോയ് ബോസ് നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ, പ്രവർത്തകർ, സ്ഥാനാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. 39 അംഗ ഭരണസമിതിയിൽ 18 സീറ്റ് നേടിയ LDF ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. UDFന് 9 അംഗങ്ങളും BJPക്ക് 7 അംഗങ്ങളും RMPക്ക് 4 അംഗങ്ങളുമുണ്ട്. ഒരു കോൺഗ്രസ് വിമതയും വിജയിച്ചിരുന്നു. 2015-ലും 2020-ലും കേവല ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടുകൂടി CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തിയിരുന്നത്. ഇതേ സ്ഥിതിവിശേഷം തന്നെ ഇക്കുറിയും തുടരും. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന സമയത്ത് ഭരണത്തിനായി കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ സജീവമായി നടന്നിരുന്നെങ്കിലും പിന്നീട് UDF പ്രതിപക്ഷത്തിരിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും UDF മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് CB രാജീവ് വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ശനിയാഴ്ചത്തെ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്നാണ് സൂചനകൾ.
ചാവക്കാട് നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെയും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും കൌൺസിലർമാരുടെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ എസ് ഷീബ, കൌൺസിലിലെ മുതിർന്ന അംഗം 18-ാം വാർഡിൽ നിന്നുള്ള CPM പ്രതിനിധിയായ PI വിശ്വംഭരന് ആദ്യമായി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് 1 മുതലുള്ള വാർഡുകളിൽ നിന്ന് വിജയിച്ചവർക്ക് PI വിശ്വംഭരൻ സത്യവാചകം ചൊല്ലി നൽകി. LDFിലെ P. യതീന്ദ്രദാസ് ഒഴികെ 20 അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയെടുത്തപ്പോൾ P. യതീന്ദ്രദാസ് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞയെടുത്തു. UDFിൽ മുസ്ലിം ലീഗിലെ 3 അംഗങ്ങളും കോൺഗ്രസ് 5, 6 വാർഡിലെ അംഗങ്ങളും അള്ളാഹുവിന്റെ നാമത്തിലും, 9-ാം വാർഡിലെ ഷർമിള സത്താർ ദൈവനാമത്തിലും, 12-ാം വാർഡിലെ ജോയ്സ് ടീച്ചർ തോമസ് ലീഹായുടെ നാമത്തിലും, ബാക്കിയുള്ള കോൺഗ്രസ് അംഗങ്ങൾ ഈശ്വരനാമത്തിലും പ്രതിജ്ഞയെടുത്തു. നഗരസഭാ സെക്രട്ടറി ആകാശ് സ്വാഗതവും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ റീഷ്മ സന്തോഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മുതിർന്ന അംഗം PI വിശ്വംഭരന്റെ അധ്യക്ഷതയിൽ ആദ്യ കൌൺസിൽ യോഗം ചേർന്നു. LDF അംഗങ്ങൾ KP വത്സലന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. UDF അംഗങ്ങൾ ചാവക്കാട് നിന്നാണ് സംഘമായി എത്തിയത്. ചടങ്ങ് കാണുവാനും നിരവധി പേരുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് ചെയർമാൻ തിരഞ്ഞെടുപ്പ്. ഗുരുവായൂർ നഗരസഭയിലെ കൌൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 10-ന് ടൗൺഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുതിർന്ന അംഗം AT ഹംസയ്ക്ക് വരണാധികാരി N. വിജയകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് AT ഹംസ ചൊല്ലിക്കൊടുത്ത സത്യവാചകം മറ്റ് അംഗങ്ങൾ ഏറ്റുചൊല്ലി. സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ചുമതലയേറ്റ അംഗങ്ങൾക്ക് ആരോഗ്യ വിഭാഗം ബലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. തുടർന്ന് മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 26-ന് നടക്കുന്നത് സംബന്ധിച്ച് വരണാധികാരി വിശദീകരിച്ചു. NK അക്ബർ MLA, മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ M. കൃഷ്ണദാസ്, PS രേവതി, PS ജയൻ തുടങ്ങിയവർ കൌൺസിലർമാർക്ക് ആശംസകൾ നേർന്നു. കാൽനൂറ്റാണ്ടായുള്ള ഭരണം തുടരാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഇടതുപക്ഷം. 46 അംഗ ഭരണസമിതിയിൽ LDFന് 26 അംഗങ്ങളും UDFന് 17 അംഗങ്ങളും BJPക്ക് 2 അംഗങ്ങളുമാണുള്ളത്. ഒരു സ്വതന്ത്രയും വിജയിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ തന്നെ കല്ലുകടിച്ചു. നഗരസഭാ ഓഫീസിനു മുന്നിൽ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. മഞ്ജുളാലിന് സമീപം AKG സ്മാരക കവാടത്തിന് മുന്നിലാണ് പച്ച ബിയർ കുപ്പികൾ ഉപയോഗിച്ച് നഗരസഭാ ആരോഗ്യ വിഭാഗം ക്രിസ്മസ് ട്രീ ഒരുക്കിയിരുന്നത്. പ്രതിപക്ഷ കൌൺസിലർ ബഷീർ പൂക്കോടാണ് വിഷയം കൌൺസിലിൽ ഉന്നയിച്ചത്. കുട്ടികളും സ്ത്രീകളുമടക്കം ദിനംപ്രതി നൂറുകണക്കിന് പേർ ക്ഷേത്രത്തിലേക്ക് നടന്നുപോകുന്ന വഴിയിൽ ഇത്തരം കാഴ്ച തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ക്രിസ്മസ് ട്രീയാണെന്നും പുനരുപയോഗ്യമായതിനാലാണ് ഇത്തരം കുപ്പികൾ ഉപയോഗിച്ചതെന്നും നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ മറുപടി നൽകി. ആദ്യ യോഗമായതിനാൽ തർക്കത്തിന് മുതിരുന്നില്ലെന്നറിയിച്ച് പ്രതിപക്ഷം ശാന്തരായി. എന്നാൽ കൌൺസിൽ അവസാനിച്ച ശേഷം പ്രതിപക്ഷ കൌൺസിലർമാർ ഒന്നടങ്കം സെക്രട്ടറിയുടെ മുറിയിലെത്തി പ്രതിഷേധം അറിയിച്ചു. ക്രിസ്മസ് നൽകുന്ന സന്ദേശത്തിന് വിരുദ്ധമാണ് നഗരസഭയുടെ പ്രവൃത്തിയെന്ന് കൌൺസിലർമാരായ ആന്റോ തോമസ്, ജോയ് ചെറിയാൻ എന്നിവർ പറഞ്ഞു. ഒരു വിഭാഗത്തിന് നേരെയുള്ള അവഹേളനമാണിതെന്നും ഇവർ കുറ്റപ്പെടുത്തി. എത്രയും പെട്ടെന്ന് മദ്യക്കുപ്പികൾ നീക്കം ചെയ്യാൻ നഗരസഭാ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. രേഖാമൂലം പരാതി നൽകിയാൽ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകി. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇതുപോലെ വിറ്റ് അതിന്റെ കാശ് അതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ആയിട്ടുള്ള, അത് ബിയർ ബോട്ടിൽ നല്ല യൂസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണ്. അതായത് എത്ര ബിയർ ഉണ്ടെന്നുള്ള എനിക്കറിയില്ല. യൂസ്ഡ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണ്, ചില്ലുകുപ്പിയാണ് അത് ഉപയോഗിച്ചേക്കുന്നത്. ആ ചില്ലുകുപ്പി തിരിച്ചു കൊടുക്കും. അതിപ്പം നമ്മൾ തിരിച്ചത് ഈ പരിപാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ഡിസ്മാൻഡിൽ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. മദ്യക്കുപ്പിയാണ്. അതെന്താ വെച്ചാല് ഇതുകൊണ്ട് കൊടുക്കുന്ന മെസ്സേജ് സെക്രട്ടറി പറഞ്ഞത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രതികരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ വേണമെങ്കിൽ രേഖാമൂലം സെക്രട്ടറിക്ക് കത്ത് തരാം. തിങ്കളാഴ്ച പരാതി നൽകാനുള്ള തീരുമാനത്തോടെയാണ് പ്രതിപക്ഷം പിരിഞ്ഞത്. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ 17 അംഗ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മറ്റം സെന്ററിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിജയിച്ച ഇടതുപക്ഷ അംഗങ്ങളുമായി പ്രകടനത്തോടെയാണ് LDF പ്രവർത്തകർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് അംഗങ്ങളും പ്രവർത്തകരും ഒത്തുകൂടിയ ശേഷം സത്യപ്രതിജ്ഞ നടക്കുന്ന പഞ്ചായത്ത് ഓഫീസിലേക്കെത്തി. വരണാധികാരിയായ കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, പ്രായം കൂടിയ ജനപ്രതിനിധി 8-ാം വാർഡിൽ നിന്നും വിജയിച്ച LDF അംഗം ഗംഗാധരൻ മാസ്റ്റർക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വാർഡുകളുടെ ക്രമത്തിൽ അംഗങ്ങൾക്ക് ഗംഗാധരൻ മാസ്റ്റർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. MP സജീബ്, സൗമ്യ നിമീഷ്, സുൽഫത്ത് ബക്കർ, സൗമ്യ ധനേഷ്, നിവ്യ റനീഷ്, സാഫിറ അസീസ്,
വിനു ജോൺസൺ, ലിയ ജോജോ, ജോൺ കാക്കശ്ശേരി, സിമി സ്റ്റെൽസൺ, ആൻലി ജിബി, CK സുദീപ, സുനിത ഉണ്ണിമോൻ, VV തിലകൻ, VK ദാസൻ, KT മനോജ് എന്നിവരാണ് ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലി അംഗങ്ങളായി ചുമതലയേറ്റത്. പ്രവർത്തകരുടെ ആവേശകരമായ മുദ്രാവാക്യം വിളികൾ പ്രതിധ്വനിച്ച അന്തരീക്ഷത്തിൽ മുതിർന്ന പാർട്ടി നേതാക്കൾക്കും മുൻ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ഹസ്തദാനം നൽകിയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റവരിൽ നിലവിലെ ഭരണസമിതിയിൽ അംഗമായിരുന്ന നിവ്യ റിനീഷ്, വിവിധ കാലഘട്ടങ്ങളിലെ മുൻ ഭരണസമിതികളിൽ അംഗങ്ങളായിരുന്ന VV തിലകൻ, VK ദാസൻ, സുൽഫത്ത് ബക്കർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. 12ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 24 വയസ്സുള്ള കോൺഗ്രസ് അംഗം ആൻലി ജിബിയാണ് പുതിയ ഭരണസമിതിയിലെ ബേബി. കഴിഞ്ഞ 10 വർഷം ഇടതുഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. പുതിയ ഭരണസമിതിയിലും LDFന് വ്യക്തമായ ആധിപത്യമാണുള്ളത്. 17ൽ 13 പേരും CPIM പ്രതിനിധികളാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായ ശേഷം ആദ്യ ഭരണസമിതി യോഗം ചേർന്നു. ഗംഗാധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വരണാധികാരി A. മൊയ്തീൻ, പഞ്ചായത്ത് സെക്രട്ടറി K. രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CO. ആൻഡോ എന്നിവർ സംബന്ധിച്ചു. അംഗങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം 27-ന് നടക്കുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നോട്ടീസ് അംഗങ്ങൾക്ക് കൈമാറിയതോടെയാണ് യോഗത്തിന് സമാപനമായത്. കഴിഞ്ഞ ദിവസം ഭാഗികമായി തകർന്ന മാഞ്ചിറ പാലം പുനർനിർമ്മിക്കും. തുടർ നടപടിക്കായി മരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന് പദ്ധതി കൈമാറി. അടുത്ത ദിവസം മണ്ണ് പരിശോധന നടത്തും. ബുധനാഴ്ചയാണ് മാഞ്ചിറ പാലത്തിന്റെ സ്ലാബും സംരക്ഷണ ഭിത്തിയും തകർന്നു വീണത്. ഇതോടൊപ്പം ഇലക്ട്രിക് പോസ്റ്റ് ചെരിയുകയും കുടിവെള്ള വിതരണം മുടങ്ങുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഈ ഭാഗത്ത് വാഹനഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പാലത്തിന്റെ ഡിസൈനും എസ്റ്റിമേറ്റും ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണത്തിന് ആവശ്യമായ തുക കണ്ടെത്തുമെന്ന് NK അക്ബർ MLA പറഞ്ഞു. 6 മാസത്തിനകം പണി തുടങ്ങാനാണ് തീരുമാനം. ഭിത്തിയുടെ പുനർനിർമ്മാണം തിങ്കളാഴ്ച തുടങ്ങും. തകർന്ന സ്ലാബ് പൊളിച്ചു മാറ്റിയ ശേഷമാകും ഭിത്തി നിർമ്മിക്കുക. വശങ്ങൾ ഇടിയാതിരിക്കാൻ തെങ്ങിൻ തടികൾ അടിച്ചു താഴ്ത്തിയ ശേഷമാകും ഭിത്തി കെട്ടുക. ഇതിനുശേഷം ചാക്കിൽ മണ്ണ് നിറച്ച് അടുക്കി വയ്ക്കും. ഒരാഴ്ചയ്ക്കകം പണി പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. 6 മീറ്റർ ഭാഗമാണ് പൂർണ്ണമായി തകർന്നതെങ്കിലും ഇതിനോട് ചേർന്നുള്ള ഭാഗത്തിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് കൂടുതൽ ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടും. പുതിയ പാലം നിർമ്മിക്കുന്നതിനാൽ പാലം ഇടിയാതിരിക്കാനുള്ള താൽക്കാലിക നിർമ്മാണമാണ് നടത്തുക. പാലം തകർന്നതും അപകട ഭീഷണി ഉള്ളതിനാലും ഇതുവഴി വലിയ വാഹനങ്ങൾ പൂർണ്ണമായി നിരോധിച്ചു. ഇതുവഴി ഓടിയിരുന്ന ബസ്സുകൾ കൊച്ചനൂർ വഴിയാണ് സർവീസ് നടത്തുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 19 വാർഡുകളിൽ 10 LDFും 8 UDFും 1 സ്വതന്ത്രനുമാണ് വിജയിച്ചത്. LDF, UDF അംഗങ്ങൾ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പഞ്ചായത്തിലെത്തിയത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം കൊടുമ്പിൽ മുരളിയാണ് ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. റിട്ടേണിംഗ് ഓഫീസർ അർച്ചന വിശ്വനാഥ് കൊടുമ്പിൽ മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് കൊടുമ്പിൽ മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ ഭരണസമിതികളിലെ അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബിന്ദു ഗിരീഷ്, മെമ്പറായിരുന്ന റിജി ജോർജ്, 2015 കാലഘട്ടത്തിലെ പ്രസിഡന്റായിരുന്ന മീന ശലമോൻ, വൈസ് പ്രസിഡന്റായിരുന്ന കക്കാട്ട് ഗോവിന്ദൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന NK കബീർ എന്നിവരും ഈ ഭരണസമിതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കക്കാട്ട് ഗോവിന്ദൻകുട്ടി 1ാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത്. 2ാം വാർഡിൽ രാജി സോമൻ, 3ാം വാർഡിൽ ആനി ടീച്ചർ, 4ാം വാർഡിൽ KV ഷൈബു, 5ാം വാർഡിൽ ഷീജ അനന്തൻ, 6ാം വാർഡിൽ മീന ശലമോൻ, 7ാം വാർഡിൽ VV വിവേക്, 8 MR സജിത, 9ാം വാർഡിൽ പ്രഭിത ബാലകൃഷ്ണൻ, 10ാം വാർഡിൽ TA ആഷിഖ്, 11ാം വാർഡിൽ ബിന്ദു ഗിരീഷ്, 12ാം വാർഡിൽ സതീഷ് കുമാർ, 13ാം വാർഡിൽ കൊടുമ്പിൽ മുരളി, 14ാം വാർഡിൽ നീതു പ്രകാശ്, 15ാം വാർഡിൽ ഫ്രിജോ വടക്കൂട്ട്, 16ൽ റിജി ജോർജ്, 17ൽ MV വിജീഷ്, 18ൽ ഷാജി വർഗീസ്, 19ാം വാർഡിൽ NK കബീർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. കൊടുമ്പിൽ മുരളിയുടെ അധ്യക്ഷതയിൽ അംഗങ്ങൾ ആദ്യ യോഗം ചേർന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുനേർക്കുടം പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആൽത്തറ PM പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പഞ്ചായത്ത് സെക്രട്ടറി RS ശ്രീലത സ്വാഗതം പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ TA ഗോപകുമാർ, മുതിർന്ന അംഗവും ചെമ്മന്നൂർ 8ാം വാർഡിൽ നിന്ന് വിജയിച്ച UDFിലെ ഹസൻ തളികശ്ശേരിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പഞ്ചായത്തിലെ 20 മെമ്പർമാർക്കും മുതിർന്ന അംഗം സത്യവാചകം ചൊല്ലി നൽകി. UDFിലെയും LDFിലെയും അംഗങ്ങൾ ഈശ്വരനാമത്തിലും UDFിലെയും NDAയിലെയും അംഗങ്ങൾ ഈശ്വരനാമത്തിലും LDFിലെ അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയുമാണ് എടുത്തത്. പഞ്ചായത്ത് അക്കൌണ്ടന്റ് സെമിന ഉസ്മാൻ
നന്ദി പറഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 27-ാം തീയതി ശനിയാഴ്ച പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഇടതുപക്ഷം മാത്രം ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ 4.5 പതിറ്റാണ്ടിന് ശേഷം തിരിച്ചുപിടിച്ച് വമ്പൻ അട്ടിമറി നടത്തിയ ഐക്യജനാധിപത്യ മുന്നണി ആകെയുള്ള 21 വാർഡിൽ 9 സീറ്റ് നേടിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. LDF 7 സീറ്റും BJP 4 സീറ്റും SDPI 1 സീറ്റും സ്വന്തമാക്കിയിരുന്നു. ഇതിൽ SDPI ആദ്യമായാണ് പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. കേച്ചേരി അനുഗ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 20 അംഗ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതല ഏറ്റെടുത്തത്. ഭരണസമിതിയിലേക്ക് 15-ാം വാർഡ് തൂവാനൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം PM ഉമ്മറിന് വരണാധികാരിയായ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മനോജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് വാർഡുകളുടെ ക്രമത്തിനനുസരിച്ച് അംഗങ്ങൾക്ക് PM ഉമ്മർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഷീബ ശിവരാമൻ, KA രമേശ്, ജൂലറ്റ് വിനു, ജെസ്സി ജോസഫ്, CA ലിജു, അനുഷ ഷാഫർ, റസിയ അലി, TK ഹക്കീം, TO സെബി, KL പോൾസൺ, PS സഹല, സിനി പ്രസാദ്, ഭവ്യ നഗിൽ, ഷൈസ്ന, സച്ചിൻ പ്രകാശ്, മിനി രാജേഷ്, ശൈലജ പുഷ്പാകരൻ, അനീഷ് ആന്റണി, ജിഷ സുനിൽകുമാർ എന്നിവർ ക്രമമായി സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. പ്രവർത്തകരുടെ ആവേശകരമായ മുദ്രാവാക്യങ്ങൾക്കിടെയായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. ഞായറാഴ്ച മകന്റെ വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെയാണ് PM ഉമ്മർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയതും മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും. ഇടതുപക്ഷത്തു നിന്നുള്ള ജനപ്രതിനിധികൾ കേച്ചേരിയിലുള്ള CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും UDF അംഗങ്ങൾ പെരുമണ്ണിലുള്ള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത്. കഴിഞ്ഞ 1 പതിറ്റാണ്ടായി ഇടതുപക്ഷം ഭരണം കൈയാളുന്ന ചൂണ്ടൽ പഞ്ചായത്തിൽ ഈ തിരഞ്ഞെടുപ്പിലും ജനവിധി LDF-ന് അനുകൂലമാണ്. 20 അംഗ ഭരണസമിതിയിൽ LDF 13, UDF 7 എന്നിങ്ങനെയാണ് കക്ഷിനില. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഭരണസമിതി അംഗങ്ങളായി ചുമതലയേറ്റവരുടെ ആദ്യ യോഗം ചേർന്നു. PM ഉമ്മർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വരണാധികാരി മനോജ്, പഞ്ചായത്ത് സെക്രട്ടറി PM മാറ്റ്ലി തുടങ്ങിയവർ സംബന്ധിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 19 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് EMS സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ റിട്ടേണിംഗ് ഓഫീസർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അജിൽ P. വേണുഗോപാൽ മുതിർന്ന അംഗമായ AS ചന്ദ്രന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. 11 പേർ ദൈവനാമത്തിലും 8 പേർ ദൃഢപ്രതിജ്ഞയുമാണ് എടുത്തത്. തുടർന്ന് AS ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. ഭരണസമിതിയിൽ 9 LDF അംഗങ്ങളും 9 UDF അംഗങ്ങളും 1 BJP-യാണ് ഉള്ളത്. LDF, UDF അംഗങ്ങൾ തുല്യനിലയിൽ ആയതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധേയമാകും. കടപ്പുറം പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സ്ഥാനമേറ്റു. പഞ്ചായത്ത് സമുച്ചയത്തിൽ വെച്ച് റിട്ടേണിംഗ് ഓഫീസർ ബിന്ദു ഫ്രാൻസിസ് മുതിർന്ന അംഗം 7-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മർ ഹാജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി CM സുഹാസ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഉമ്മർ ഹാജി വാർഡ് 1 മുതലുള്ളവർക്ക് സത്യവാചകം ചൊല്ലി നൽകി. UDF അംഗങ്ങളിൽ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അല്ലാഹുവിന്റെ നാമത്തിലും 1-ാം വാർഡ് അംഗം രമണൻ ഈശ്വരനാമത്തിലും പ്രതിജ്ഞയെടുത്തു. LDF അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും എടുത്തു. BJP അംഗങ്ങൾ ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കടങ്ങോട് പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുന്നണികൾ പ്രകടനമായാണ് ചടങ്ങിനെത്തിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം വിഷയകുമാർ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്തു. വരണാധികാരി തലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിബു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റ് അംഗങ്ങൾക്കും വിഷയകുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 21 വാർഡുകളിൽ 11 LDF-ഉം 9 UDF-ഉം 1 BJP-യുമാണുള്ളത്. വാർഡ് 1 ഷീജ മണി, 3 ആമിന, സുലൈമാൻ, UV ഗിരീഷ്, സരിത ബാബു, അനില ജോസഫ്, പ്രമീള മണികണ്ഠൻ, PS രാധിക, വിഷയകുമാർ, PU പ്രകാശ്, PA അശോകൻ, ബാഹ്യാദ്രി, കുമാരി, ഗീതാ രാജൻ, PA ഉണ്ണികൃഷ്ണൻ, മിനി അനിൽകുമാർ, അഡ്വക്കേറ്റ് KM നൌഷാദ്, ശങ്കരനാരായണൻ, അബ്ദുൾ റഹീം, സൈബുന്നിസ ഷറഫു, സുഗിജ സുമേഷ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ. വടക്കേക്കാട് പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. വരണാധികാരി സെബീന പരീദ് മുതിർന്ന അംഗം RM ബക്കറിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് RM ബക്കർ മറ്റ് 17 അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജീവനക്കാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. തുടർന്ന് മുതിർന്ന അംഗമായ RM ബക്കറിന്റെ അധ്യക്ഷതയിൽ ആദ്യ യോഗം ചേർന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും.
എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു. ചിറ്റാട്ടുകര JRC ഓഡിറ്റോറിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 18 അംഗങ്ങളാണ് സത്യവാചകം ചൊല്ലി ചുമതലയേറ്റത്. പഞ്ചായത്ത് 2-ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ മുതിർന്ന അംഗമായ PT ജോസിന് വരണാധികാരിയായ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T രാധ സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെയാണ് ചടങ്ങിന് തുടക്കമായത്. തുടർന്ന് 1 മുതൽ 18 വരെയുള്ള വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് PT ജോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാർഡുകളുടെ ക്രമമനുസരിച്ച് ശ്രീബിത ഷാജി, ആനി ജോസ്, KR രഞ്ജിത്ത്, സനൽ കുന്നത്തുള്ളി, പ്രസാദ് വാഗ, രാജി മണികണ്ഠൻ, UK സരിത, KC ജയൻ, ചിത്ര രതീഷ്, സതി അനിൽകുമാർ, അനീഷ് തിണ്ടിയത്ത്, ഗീതു മനീഷ്, അശോകൻ മൂക്കോല, തുളസി രാമചന്ദ്രൻ, ഫാൻസി സുബിരാജ്, ജയ ടീച്ചർ, ലിസി വർഗീസ് എന്നിവർ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ ഇടതുപക്ഷം ഭരിച്ച എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അത്യന്തം ഉദ്വേഗജനകമായിരുന്നു. കോൺഗ്രസിൽ നിന്നും CPM-ലെത്തി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച ജിയോ ഫോക്സ് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പായി CPM വിട്ട് പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരുന്നു. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആവേശം സൃഷ്ടിക്കുകയും ഭരണം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം ജനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നത്തിന് സമാനമായി കോൺഗ്രസ് ക്യാമ്പ് മാറുന്ന സാഹചര്യമാണുണ്ടായത്. 18-അംഗ ഭരണസമിതിയിൽ 12 അംഗങ്ങളാണ് LDF-നുള്ളത്. 5 അംഗങ്ങൾ UDF-നും BJP-ക്ക് 1 അംഗവുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ പുതിയ ഭരണസമിതിയിലുള്ളത്. മുൻ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ബന്ധുക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു. വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന 1-ാം കേരള സ്റ്റേറ്റ് വെറ്ററൻസ് അത്ലറ്റിക്സ് മെഗാ ചാമ്പ്യൻഷിപ്പ് 2025ന്റെ ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് അത്ലറ്റിക് ഗ്രൗണ്ടിലാണ് മീറ്റ് നടക്കുന്നത്. സ്വർഗീയ ശ്രീദേവി നഗറിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N. നാഗരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. VAF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KGS കുമാർ, VAFI പ്രസിഡന്റ് ഡോക്ടർ രംഗനാഥ, ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ, ദയ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് മാനേജിംഗ് ഡയറക്ടർ VK അബ്ദുൾ അസീസ്, ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡ് DGM MP ശ്രീകുമാർ, അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, അഡ്വക്കേറ്റ് റോബ്സൺ പോൾ, P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നായി 30 വയസ്സിനും 100 വയസ്സിനും ഇടയിലുള്ള 500ഓളം പുരുഷ വനിത കായിക താരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്നത്. വരവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 16 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുന്നണികൾ പ്രകടനമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയത്. പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം PV വാപ്പുട്ടിക്ക് റിട്ടേണിംഗ് ഓഫീസർ ജോജി പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് വാപ്പുട്ടി മറ്റ് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലി നൽകി. വാർഡ് 1-ൽ PV വാപ്പുട്ടി, 2-ാം വാർഡിൽ TMB വാത്തുക്കുട്ടി, 3-ാം വാർഡിൽ TM നാസർ, 4-ാം വാർഡിൽ C. വിജയലക്ഷ്മി, KC ഷീല, PS സുബീഷ്, NS സജീഷ്, ബിന്ദു നടരാജൻ, PK യശോദ, TY അഷ്റഫ്, VK പുഷ്പ, UB കണ്ണൻ, MK ഷെറീന, പ്രീതി ഷാജു, രാമകൃഷ്ണൻ, AM ഷംനാസ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടതുമുന്നണി അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും മറ്റ് അംഗങ്ങൾ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MK ആൽഫ്രഡ് സ്വാഗതം പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ പെരുന്നാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 നമസ്കാരവും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്വും അത്താഴ ഊട്ടും നടന്നു. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് സെമിത്തേരി ചേപ്പലിൽ വിശുദ്ധ കുർബാനയും 8:45 കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയുമുണ്ടായി. കുർബാനയ്ക്ക് അങ്കമാലി ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പള്ളിക്കു ചുറ്റും പ്രദക്ഷിണവും ആശീർവാദവും നേർച്ചയുമുണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് യുഹാനോന്മാർ പോളികാർപ്പോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികനായി. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ TC ഷിജു, ഫാദർ ജോർജ് ചാക്കോ, ഫാദർ ഗീവർഗീസ് മാത്യു, നിരവധി വിശ്വാസികളും പെരുന്നാൾ ശുശ്രൂഷകളിൽ പങ്കാളികളായി. പെരുന്നാളിന് വികാരി ഫാദർ VM ശമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി CI റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി.
ഗുരുവായൂർ ബ്രഹ്മകുളത്ത് ക്രിസ്മസ് കരോൾ കഴിഞ്ഞ് വരികയായിരുന്ന സംഘം സഞ്ചരിച്ച കാർ മറ്റൊരു കാറിലിടിച്ച് തോട്ടിലേക്ക് മറിഞ്ഞ 5 പേർക്ക് പരിക്ക്. എളവള്ളി സ്വദേശികളായ കോടങ്ങാട്ട് അഭയ്, പുഴങ്ങര ഇല്ലത്ത് ഫാദിൽ, സഹോദരൻ ഷിഹാസ്, പയ്യോളിപ്പാട്ടിൽ അനിരുദ്ധ്, എളവള്ളി വീട്ടിൽ അസ്ലം എന്നിവർക്കാണ് പരിക്കേറ്റത്. ബ്രഹ്മകുളം റെയിൽവേ ഗേറ്റിന് സമീപം പുലർച്ചെ 12:30യോടെയായിരുന്നു അപകടം. എളവള്ളിയിൽ നിന്ന് കരോൾ കഴിഞ്ഞ് ഗുരുവായൂരിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നതിനിടെയായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിച്ച് തോട്ടിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ പാവർട്ടി സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. ഗുരുവായൂരപ്പന് വഴിപാടായി വെങ്കലത്തിൽ തീർത്ത പൂജാ സെറ്റും ചിരാതുകളും സമർപ്പിച്ചു. പൊന്നാനി കറുകത്തിരുത്തി സ്വദേശി സുബ്രഹ്മണ്യനും കുടുംബവുമാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. വിളക്കുമാഠത്തിൽ ഘടിപ്പിക്കാനുള്ള 500 ചിരാതുകളും 6 പൂജാ സെറ്റുമാണ് സമർപ്പിച്ചത്. 1.25 ലക്ഷം രൂപ വിലമതിക്കുന്നതാണിവ. ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ ഏറ്റുവാങ്ങി. ചാവക്കാട് നഗരസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി LDF അംഗങ്ങൾ KP വത്സലൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കോട്ടപ്പുറം സെന്ററിൽ നടന്ന ചടങ്ങിൽ NK അക്ബർ MLA പുഷ്പചക്രം സമർപ്പിച്ചു. ഏരിയ അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, ഷീജ പ്രശാന്ത്, KK മുബാറക്, CPM മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ, ഫിറോസ് തൈപ്പറമ്പിൽ, KH സലാം, KM അലി തുടങ്ങിയവർ സംബന്ധിച്ചു. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാളിനും ഇടവകയുടെ 64-ാം വാർഷിക പെരുന്നാളിനും കൊടിയേറി. ഡിസംബർ 25, 26 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്കും വിശുദ്ധ ഗീവർഗീസ് സഹതയുടെ കുരിശിങ്കൽ ധൂപ പ്രാർത്ഥനയ്ക്കും ശേഷം ഇടവക വികാരി ഫാദർ മാത്യൂസ് വർഗീസ് കുളക്കാട്ടിൽ പെരുന്നാൾ കൊടിയേറ്റം നടത്തി. 25-ാം തീയതി വൈകിട്ട് 6:30 സന്ധ്യാ നമസ്കാരം. തുടർന്ന് കൊടിയും സ്ലീബായും ആശീർവാദവും ദേശക്കാരുടെ ആഘോഷങ്ങളും ഉണ്ടാകും. 26-ാം തീയതി രാവിലെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, കൈമുത്ത് നേർച്ച, ഉച്ചമുതൽ ആഘോഷങ്ങളും ഉണ്ടാകും. 4:45 പ്രദക്ഷിണം. തുടർന്ന് ആശീർവാദത്തിന് ശേഷം പൊതുസദ്യയോടെ പെരുന്നാളിന് സമാപനമാകും. ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനത്തിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ മാത്യു വർഗീസ്, കൈക്കാരൻ CC സണ്ണി, സെക്രട്ടറി CS സ്റ്റാൻലി എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ഞാലിക്കര OED പബ്ലിക് സ്കൂളിന്റെ 20-ാം വാർഷികാഘോഷം നടന്നു. കാൻവാസ് 2025 എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം ചലച്ചിത്ര സംവിധായകനും നോവലിസ്റ്റുമായ റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ആഗ്രഹിച്ച വിജയം നേടാനാകുമെന്ന് റഷീദ് പറഞ്ഞു. നടൻ ശ്രീനിവാസൻ അത്തരത്തിൽ തൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് വിജയം നേടിയ വ്യക്തിയാണ്. പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങി നിന്നിരുന്ന പ്രേം നസീർ മലയാള സിനിമയിലെ താരരാജാവായിരിക്കുമ്പോഴാണ് നായകനാകാൻ ആഗ്രഹിച്ച് ശ്രീനിവാസൻ സിനിമാ രംഗത്തെത്തുന്നത്. താൻ ആഗ്രഹിച്ച പോലെ സിനിമയിൽ വിജയം കൈപ്പിടിയിലൊതുക്കിയാണ് മഹാനായ കലാകാരൻ വിടവാങ്ങിയതെന്നും റഷീദ് പാറയ്ക്കൽ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെ കളിയാക്കാൻ പുച്ഛിക്കാനും ഒരുപാട് പേര് ഉണ്ടായിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും സ്ഥിരോത്സാഹത്തോടു കൂടിയ പ്രവർത്തനവും കാരണം അദ്ദേഹം ആ നേട്ടങ്ങളൊക്കെ കൈവരിച്ച വ്യക്തിയാണ്. നമുക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടാവേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഉദ്ദേശിച്ചതൊക്കെ നടക്കുകയാണ്. അത് എങ്ങനെയാ? അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിക്കുകയാണ്. ട്രസ്റ്റ് സെക്രട്ടറി M നാരായണൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ AP ആഷിഫ് വിശിഷ്ടാതിഥിയായി. PTMA പ്രസിഡന്റ് ദുൽഫത്ത് അഷ്റഫ്, സെക്രട്ടറി അഞ്ജു കണ്ണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നിഷ സൽബൻ, സിമി ജിൻഡോ, സ്റ്റാഫ് പ്രതിനിധികളായ A സുമ ടീച്ചർ, ബീന വിജയൻ, വിദ്യാർത്ഥി പ്രതിനിധികളായ RA ആദിയ, അഹമ്മദ് സയാൻ സുധീർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിനെതിരെ കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എളവള്ളി പാറയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് കോപ്പി കത്തിച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ജില്ലാ നിർവാഹക സമിതി അംഗവുമായ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് ശ്രീകുമാർ വാഗ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി TN ലെനിൻ, മറ്റ് ഭാരവാഹികളായ PV അശോകൻ, CK മോഹനൻ, TB സന്തോഷ്, MN രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മന്തിട്ട യൂണിറ്റ് കൺവെൻഷൻ നടത്തി. പഴുനാന LH ഹാളിൽ ഒരുക്കിയ സിന്ധു മണികണ്ഠൻ നഗറിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രമ്യ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജി ജോൺസൺ വാർഷിക റിപ്പോർട്ടും ട്രഷറർ വിജയശ്രീ സേതുമാധവൻ വരവ് ചെലവ് കണക്കുകളും ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു.
ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ, യൂണിറ്റ് അംഗങ്ങളായ സാബിറ, ആരിഫ, നിത്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചെമ്മന്തട്ടയിൽ സംഘടനാ യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന മുൻ യൂണിറ്റ് സെക്രട്ടറി ഡെയ്സി ജോയിയെ പൊന്നാടയണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. ഡെയ്സി ജോയ് നന്ദി പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് കരോൾ നടത്തി. ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് സന്ദേശവും നൽകി. ക്രിസ്മസ് പാപ്പയുമായി അംഗങ്ങൾ വീടുകളിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ച് മധുരവിതരണം നടത്തി. ആഘോഷത്തിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങളും ചെയ്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CM സജീവൻ, സെക്രട്ടറി PU എഡ്വി, ജോയിന്റ് സെക്രട്ടറി ജെയിൻ ലിബിൻ, ട്രഷറർ CK ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. ചരമം. കടപ്പുറം തൊട്ടാപ്പ് പുളിഞ്ചൂടിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ പുതുശങ്കരൻ ഭാര്യ ജാനകി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം കടപ്പുറം പഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തി. അഭിമന്യു, വത്സൻ, രമ, രതി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിന്റെ ശ്രീക്ക് വിട നൽകി നാട്. കാലാതീതമായ സർഗസൃഷ്ടികൾ മലയാളിക്ക് സമ്മാനിച്ച കലാകേരളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായ ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. മേയർ, ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഈ മാസം 26-നും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-നും നടക്കും. ഗുരുവായൂർ നഗരസഭയുടെ ആദ്യ കൌൺസിൽ യോഗത്തിൽ തന്നെ കല്ലുകടി. നഗരസഭാ ഓഫീസിന് മുന്നിൽ മദ്യക്കുപ്പികൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.